ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചന്ദ്രമതി സുധീരുടെ അടുത്ത് കടയിൽ തന്നെ ആ ദിവസം തങ്ങാൻ വേണ്ടിയിട്ട് പറയാണ്, വീട്ടിലോട്ട് വരണ്ട, അവിടെ സ്റ്റോക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ, അതെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വയം തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയാണ്. ചന്ദ്ര പറഞ്ഞിട്ടാണ് സുധി കടയിൽ നിന്ന് വരാത്തെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് തനിക്കും ഫുഡൊന്നും വേണ്ട എന്നുള്ള കാര്യം രേവതിയെ നമ്മുടെ ശ്രുതി അറിയിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ രവിയാണെങ്കിൽ പുറത്തു പോയിട്ട് തിരികെ വരികയാണ്. വന്ന ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് ശ്രുതി വീട്ടിലുണ്ടോ, ശ്രുതി വന്നോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി വീട്ടിൽ തന്നെയുണ്ട്, ശ്രുതി അന്നേ ദിവസം വരില്ല എന്നുള്ള കാര്യം ചന്ദ്ര പറഞ്ഞതും കൂടി അറിയിക്കുകയാണ്. അതെന്താ ശ്രുതി ഇന്ന് വരാത്തെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് രവി ചോദിക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, അമ്മ വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞതായിരിക്കും എന്ന്. അതെ അച്ഛ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് രേവതിയും പറയാണ്. അവർ രണ്ടുപേരെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണോടാ ചന്ദ്ര ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, അതെ അച്ഛ, അമ്മയുടെ ഉദ്ദേശം അത് തന്നെയാണ്, ഇവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് വിഷമത്തോട് കൂടിയിട്ടാണ് രവി മുറിയിനുള്ളിലേക്ക് കയറി പോകുന്നത്. അതിനുശേഷം രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടി ചേർന്നിട്ട് അച്ഛന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അത് മാത്രമല്ല ശ്രുതിയെയും അകറ്റാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് അമ്മ വീട്ടിലേക്ക് ശ്രുതിയുടെ അടുത്ത് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞത്. ശ്രുതി ഭക്ഷണം കഴിക്കാത്തതിനെ കുറിച്ച് രേവതിയും പറയുന്നുണ്ട്. ഞാൻ സച്ചിയേട്ടാ അവക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തോട്ടെ എന്നുള്ള പെർമിഷൻ എടുക്കുന്നുണ്ട് കേട്ടോ രേവതി. നീ കൊണ്ടുപോയി കൊടുത്തോ, ഞാന് ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് രേവതിയുടെ അടുത്ത് പറയാതെയാണ് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ശ്രുതിക്ക് സച്ചി ആദ്യം ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രുതിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണല്ലോ, പാവം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഭക്ഷണം മേടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. സച്ചി മേടിച്ചുകൊണ്ടുവന്ന ഭക്ഷണമൊക്കെ മൂക്കുമുട്ടം കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചിയുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഈ സ്നേഹമൊക്കെ കാണിക്കുന്നത് ഈ കട കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്. അതിന് സച്ചി നന്നായിട്ട് തിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ തിരികെ എത്തുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ശ്രുതി രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, ചന്ദ്രമതി പൊതുവെ രേവതിയെ മാത്രമാണല്ലോ ചീത്ത വിളിക്കുന്നത്, ഇപ്പൊ ശ്രുതിയും കൂടി ചീത്ത വിളിക്കുന്നത് കണ്ടിട്ട് നിനക്ക് ഭയങ്കര സന്തോഷമായി തോന്നിയിട്ടുണ്ടാവുമല്ലേ എന്നാണ്. അതിന് നമ്മുടെ രേവതിയും കറക്റ്റ് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. തിരികെ എത്തി സച്ചിയാണെന്നുണ്ടെങ്കിൽ ചെരുപ്പെടുത്തിട്ട് സച്ചിയെ തന്നെ രേവതിയുടെ അടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. കാരണം ഒരാവശ്യമില്ലാതെ അവന് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചത് എന്താന്നുള്ള കാര്യം രേവതി നിനക്ക് അറിയുമെന്നൊക്കെ ചോദിച്ചിട്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് രേവതിയുടെ അടുത്തും അതുപോലെ തന്നെ ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ശ്രുതി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് സച്ചിയുടെ അടുത്തും രേവതി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലാവാണ്, ഇനി ആരും പട്ടിണി കിടക്കാണ് പാവാണെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകരുത്, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും പോയിട്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിറ്റേ ദിവസമാണ് നമ്മുടെ രേവതി അമ്മയുടെ അടുത്ത് പോയിട്ട് വീട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അങ്ങനെ അവരുടെ സംസാരത്തിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരത്ത് ആന്റണിയുടെ കയ്യിൽ നിന്നും ശ്രുതി കടം മേടിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ രേവതിയെ അറിയിക്കുന്നുണ്ട്. മലേഷ്യയിലെ വലിയ കോടീശ്വരയായിട്ടുള്ള അവൾ എന്തിനാണ് ഈ ആന്റണിയെ പോലത്തെ ആൾക്കാരുടെ നിന്നൊക്കെ കടം മേടിക്കുന്നതെന്നൊക്കെ രേവതിയും അതുപോലെ തന്നെ ശരത്തും ദേവും എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെയുണ്ട്. അത് മാത്രമല്ല ദേവു ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശ്രുതിയെ ഒന്ന് എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി പറയുന്നത് നമ്മുടെ മഹിമ വിളിച്ച സമയത്തുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ദേവുവിന്റെ അടുത്ത് പറയാണ്. എപ്പം നോക്കിയാലും രേവതി ചേച്ചിയെ താഴ്ത്തി കിട്ടുന്ന രീതിയിലാണല്ലോ ശ്രുതിയുടെ സംസാരം. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ദേവു അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ അതുപോലെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും അതുപോലെ ലക്ഷ്മിയും ദേവുവിനെ വിലക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്തും വർഷയുടെ അടുത്തൊക്കെ ആന്റണിയുടെ കയ്യിൽ നിന്ന് ശ്രുതി പണം മേടിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പണക്കാരായ ആൾക്കാര് കടം മേടിക്കുന്നതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് ആരെടുത്താണ് കടം മേടിക്കേണ്ടത് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. എന്നാൽ ശ്രുതി ഇങ്ങനത്തെ ഒരാളുടെ നിന്ന് കടം മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നില് പണം മാത്രമല്ല അവർ തമ്മിൽ മറ്റെന്തോ ഒരു ഇടപാടുണ്ട് എന്നാണ് സച്ചി ഈ കാര്യത്തെക്കുറിച്ച് രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ തിരിച്ചു പറയുന്നത്. അതിനുശേഷം രേവതിയും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് നീ ഈ വിവരം അറിഞ്ഞതെന്ന്. ശരത്ത് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആന്റണിയുടെ അടുത്താണല്ലോ, അങ്ങനെയാണ് താൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അത് കഴിഞ്ഞ് വർഷ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, സുധേട്ടനാണെങ്കിലും ശ്രുതി ചേച്ചി ആണെന്നുണ്ടെങ്കിലും പണത്തിന്റെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ ഏടാകൂടത്തിൽ പോയി ചാടും, ഇനിയും അതുപോലെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ഉപദേശമാണ് കേട്ടോ നൽകുന്നത് രണ്ടുപേരും. പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. രണ്ടുപേരുടെയും ഉപദേശത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രുതി ചേച്ചി അത് നല്ല രീതിയിലാണോ ചേച്ചി പറഞ്ഞത്, അല്ലെങ്കിൽ
അഹങ്കാരത്തോട് കൂടിയിട്ടാണോ പറഞ്ഞെന്നൊക്കെ വർഷ രേവതിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതി അങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതെന്തോ ആവട്ടെ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, ഇനി അവൾ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്നാണ് രേവതി ഇതിന് മറുപടിയും കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ ആ കാര്യങ്ങളെക്കുറിച്ച് വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല. പക്ഷെ സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞ് ശ്രീകാന്തിനെ കൊണ്ട് സുധിയുടെ അടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിപ്പിക്കുന്നുണ്ട്. സുധിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ അവർക്ക് വ്യക്തമാവുന്നുണ്ട്. ശ്രീകാന്തിന്റെ അടുത്ത് സുധി ചോദിക്കുന്നത് ആരാണ് നിന്റെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞെന്നാണ്. സച്ചി വഴിയാണ് ശ്രീകാന്ത് ഈ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോൾ സുധിയാണെങ്കിൽ അവൻ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ശരത്ത് ആന്റണീന്റെ അവിടെ കണക്ക് നോക്കുന്ന സമയത്താണ് ശ്രുതി അവിടുന്ന് പണം വാങ്ങിയത്. അത് ഒരു തവണയല്ല 2-3 തവണ മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സച്ചി തുറന്ന് പറയാണ്. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കേ. അത് മാത്രമല്ല, നിന്റെ ഭാര്യ മലേഷ്യയിലെ വലിയ കോടീശ്വരിയാണെന്നൊക്കെയല്ലേ പറയുന്നത്. അവൾ എന്തിനാണ് ആന്റണിയുടെ അടുത്ത് പോലുള്ള ഒരാളെടുത്ത് പോയിട്ട് പണം വാങ്ങുന്നത്? നീയൊന്ന് സുധി ശ്രദ്ധിച്ചോ, അവൾ ശരിക്കും കോടീശ്വരി തന്നെയാണോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ പേടിപ്പിച്ചിട്ടാണ് സച്ചി അവിടെ നിന്ന് വിടുന്നത്. സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ സുധിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. സുധി പോയിട്ട് ശ്രുതിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുവാണ്. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിന്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സച്ചിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അപ്പോഴേ തോന്നി, അല്ലെങ്കിലും അവനാണല്ലോ ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് സുധിയുടെ അടുത്ത് ചാടി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുമ്പോൾ ശ്രുതി ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് ശരത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയായിരുന്നല്ലോ. അത് ഒരു അബദ്ധമായി എന്നുള്ള കാര്യം തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കണമല്ലോ. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആദ്യം രവിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ കൈയൊഴിയാ ചെയ്യുന്നത്. ശ്രുതിയുടെ ഭാഗത്ത് തന്നെയാണല്ലോ തെറ്റ്. അതിലിപ്പോൾ ചന്ദ്ര കാണിക്കുന്നതിൽ തനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാണ്. അങ്ങനെ അവസാനമായിട്ട് ബാമയുടെ അരികിലാണ് കേട്ടോ ചെല്ലുന്നത്. ബാമയുടെ മുമ്പിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് കണ്ണീരൊക്കെ ഒഴുക്കിയിട്ട് ബാമയ്ക്ക് ശ്രുതിയുടെ അടുത്ത് സിമ്പതി തോന്നിയിട്ട് ചന്ദ്രയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുവരെയുള്ള എപ്പിസോഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഈ വീക്കിൽ നടക്കാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ ഒരു പ്രോമോ പോലെ പറഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ തന്നെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രുതി നമ്മുടെ ബാമയുടെ അടുത്ത് സംസാരിച്ചിട്ട് നേരെ ചെല്ലുന്നത് മീരയ്ക്ക് അരികിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ഭയങ്കര കരച്ചിലാണ്. ഇത് കണ്ട മീരയാണെന്നുണ്ടെങ്കിൽ നീ എത്ര നേരം വെച്ചിട്ടാണ് ഇനിയും കരഞ്ഞോണ്ടിരിക്കുക? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നീലിമ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം ആരാടി പ്രതീക്ഷിച്ചത്? അവള് കാരണം അല്ലടി ഞാൻ കരയുന്നത്, ആ സച്ചി കാരനാണ്. ഒരുപാട് നാളായിട്ട് എന്നെ എന്തെങ്കിലും ഒരു കുരുക്കിൽ ചാടിക്കണമെന്ന് അവൻ വിചാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോ അത് സാധിച്ചു. എങ്കിലും ശ്രുതി, നീ എന്തോരം കാര്യങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പിടിക്കപ്പെടാതെ നീ കറക്റ്റ് ഈ പണത്തിന്റെ കാര്യത്തിൽ തന്നെ പിടിക്കപ്പെട്ടല്ലോ. ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നീയും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ടല്ലേ? എന്നിട്ട് നിന്റെ അമ്മായിയും എന്നാണ് നിന്നെ മാത്രം ഈ കാര്യത്തിൽ ചീത്ത വിളിക്കുന്നത്? എത്രയായാലും സ്വന്തം മകനല്ലേ, അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റുമോ? സുധിയാണെന്നുണ്ടെങ്കിൽ നിന്നെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കൊടുത്തു അല്ലേ? അവന് അറ്റ്ലീസ്റ്റ് പറയായിരുന്നല്ലോ ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ശ്രുതിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. എന്നാ അവനാണെന്നുണ്ടെങ്കിൽ നീയാണെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് തലയൊരിയല്ലേ? ഇപ്പോ എല്ലാം കൂടി നിന്റെ നേർക്ക് തിരിഞ്ഞു. നിന്റെ ആന്റിക്കാണെന്നുണ്ടെങ്കിൽ നിന്റെ മേലെ ഇപ്പൊ ഒരു ബ്ലാക്ക് മാർക്കും വീണു. ഞാനൊരിക്കലും ആന്റി ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്റെ അടുത്ത് ഇത്രയും ദേഷ്യപ്പെടുന്നു. അന്ന് പാർലറിന്റെ പേര് മാറ്റിയത് അറിഞ്ഞപ്പോ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതോടുകൂടി വിട്ടു. ഇതും അതുപോലെ വിട്ടുകളയുന്ന ഞാൻ വിചാരിച്ചത്. ഒരിക്കലും ഈ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. അതേടി, അവര് അടിക്കുന്നത് വരെ എത്തിയില്ലേ കാര്യങ്ങള്. എന്തിന് അവരുടെ കൈരേഖ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് നോക്കിയാൽ കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അത്രയ്ക്കും അടി കിട്ടിയില്ലേ നിനക്ക്? ഇതിന് തന്നെ അവർ ഇത്രയും അടി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലേഷ്യ അതുപോലെ തന്നെ ആദ്യയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് എന്ത് രീതിയിലായിരിക്കും ഇടി റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നീ അതോടുകൂടി തീരും. ാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിനക്കല്ലെങ്കിലും പൗഡർ എടുത്തിയുടെ കാര്യത്തില് ഭയങ്കര സിമ്പതിയാണ്. നിന്റെ അടുത്ത് അവള് തന്നെ ചോദിച്ചില്ലേ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നീ സന്തോഷവതിയല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അവള് എന്തെങ്കിലുമൊക്കെ പറയട്ടെ സച്ചേട്ടാ. ഒരിക്കലും അവളെയും അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. ഇതിനെക്കുറിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അച്ഛൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. വാക്കിങ്ങിന് പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഇവിടുന്ന് പോയത്. ഓ, അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലേ പോയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടും. അച്ഛൻ എന്തായാലും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്
ഇറങ്ങി തിരിച്ചല്ലോ, അതുകൊണ്ട് ഈ പ്രശ്നം തീരും. മറ്റൊന്നും കൊണ്ടല്ല, അച്ഛൻ മറ്റുള്ളവരെ പോലെയല്ല, കുറച്ച് അനുഭവമുള്ള ആളാണ്. എപ്പം എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം അച്ഛന് നന്നായിട്ട് അറിയാം. പ്രശ്നം വലുതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുനാള് അങ്ങ് വിടും. അതിനുശേഷം അച്ഛൻ ഇടപെട്ടിട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കും. ഇനി നോക്കിക്കോ, നമുക്ക് എല്ലാവർക്കും നല്ല രീതി വരുന്ന രീതിയിൽ അച്ഛൻ കാര്യങ്ങളെല്ലാം തീർത്തു വെക്കും. അത് കഴിഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഹാളിലേക്ക് വരുമ്പോഴാണ് ശ്രുതി കടയിൽ നിന്ന് തിരിച്ചു വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ ശ്രുതി എവിടെയെന്നാണ് ചോദിക്കുന്നത്. അറിയില്ല അമ്മേ, നീ അവളുടെ അടുത്ത് സംസാരിച്ചില്ലെന്ന് ചോദിക്കുമ്പോ അമ്മ പറയാതെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല. അവളാണെങ്കിൽ കടയിലേക്കും വന്നിട്ടില്ല, ഇവിടെ വീട്ടിലും ഇല്ലെന്ന് ചോദിക്കുമ്പോ രാവിലെ പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് ചന്ദ്ര തിരിച്ച് സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നതൊക്കെ സച്ചി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇത് നോക്കി രേവതി, സ്വന്തം ഭാര്യയുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ അമ്മയുടെ അനുവാദം വേണം. അന്ന് അച്ഛന്റെ പണം എടുത്തിട്ട് നീലിമയുടെ കൂടെ പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഇവന് തോന്നിയില്ലല്ലോ എന്നൊക്കെ അവിടുന്ന് കളിയാക്കിക്കൊണ്ട് പറയുമ്പോ, എടാ നീ ഒന്ന് ചുമ്മാതിരിക്കണ എന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ടേ. സുധി അങ്ങനെ പറഞ്ഞിട്ടും സച്ചി നിർത്തുന്നൊന്നുമില്ല കേട്ടോ. രേവതി, നിനക്ക് നല്ലൊരു ഭർത്താവിനെയല്ലേ കിട്ടിയിരിക്കുന്നത്. എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും പെർമിഷന്റെ ഒന്നും ആവശ്യമില്ല. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടനൊന്നും മിണ്ടാതിരുന്നേന്ന് പറയാണ്. തുടർന്ന് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതിയെ ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നു. അമ്മ തന്നെ ശ്രുതിയെ ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. ശ്രുതി വിളിക്കുന്ന സമയത്ത് ശ്രുതി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും വിളിക്കുന്നതെന്നൊക്കെ മീര പറയുന്നുണ്ടെങ്കിലും എടുക്കില്ല എന്നുള്ള വാശി തന്നെയാണ് ശ്രുതി നിൽക്കുന്നത്. ഫോൺ എടുക്കുന്നില്ല എന്നുള്ള കാര്യം അമ്മയെ അറിയിക്കുമ്പോൾ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത്, ഇനിയിപ്പോ ഞാൻ അവളെ വിളിച്ചിട്ട് കെഞ്ചണോന്നാണേ. അതല്ല അമ്മേ, ഞാൻ 2 ദിവസമായിട്ട് അവളെടുത്ത് സംസാരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ആ ദേഷ്യത്തിൽ അവൾ എടുക്കാത്തതായിരിക്കും. അവളിപ്പോ എവിടെയായിരിക്കടാ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. പാർലറിലേക്ക് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വിളിച്ചു നോക്കുമ്പോൾ ശ്രുതി അന്ന് അങ്ങോട്ടേക്ക് വന്നില്ല എന്നുള്ള കാര്യം അവിടുത്തെ സ്റ്റാഫ് പറയാണ്. ഇനിയിപ്പോ എവിടെയായിരിക്കും എന്നുള്ള കാര്യം അറിയില്ലല്ലോ, എന്തായാലും ഒന്നുകൂടി വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുന്നുണ്ട്. ഇത് കണ്ട മീരയാണെങ്കിൽ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ എടുക്കില്ല. അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറയും അടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അമ്മയുടെ വാക്കും കേട്ടിട്ട് അവൻ അവിടെ മിണ്ടാതെ നിന്നു. ശ്രുതി തന്റെ കൂടെ നിൽക്കുന്നൊക്കെയാണ് താൻ വിചാരിച്ചെന്നുള്ള കാര്യമൊക്കെ മീരയുടെ അടുത്ത് പറയുന്നുണ്ട്. ശ്രുതിയുടെ കാര്യം ആദ്യം അമ്മയുടെ വാക്ക് കേട്ടു, പിന്നെ നിന്റെ വാക്ക് കേട്ടു, വീണ്ടും അമ്മയുടെ വാക്ക് കേട്ടു. അവന് സ്വയബുദ്ധി എന്ന് പറയുന്നതില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ശ്രുതിക്ക് കേട്ടോ. ശ്രുതിക്ക് ദേഷ്യം വരുന്നത് മുഖത്ത് പ്രകടമാവുന്നുണ്ട്. ഇത് കണ്ട മീരയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അല്ലെ, ഭർത്താവിനോടുള്ള സ്നേഹം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ഫോൺ എടുത്തിട്ട് സംസാരിക്കുകയെന്ന് മീര പറയുന്നുണ്ട്. ഞാന് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെന്റെ വില മനസ്സിലാവില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാതെ നിന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാതിരിക്കുകയാണ് ശ്രുതി. 3-4 തവണ വിളിച്ചിട്ടും ശ്രുതി ഫോൺ എടുക്കാതിരിക്കുകയാണല്ലോ. അവൾ എവിടെ പോയതായിരിക്കും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ശ്രുതി അവിടെ നിൽക്കുമ്പോൾ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി പൊതുവെ പെണ്ണുങ്ങൾ പിണങ്ങി പോവുക അമ്മയുടെ വീട്ടിലേക്കാണല്ലോ. എന്നാൽ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ മലേഷ്യയില് അവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവില്ല. പക്ഷെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രേവതി, പക്ഷെ അവൻ ആ ബുദ്ധി തോന്നിയില്ലല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്. ഫ്രണ്ടിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞ കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം മീരയെ വിളിക്കുകയാണ് കേട്ടോ ഫോണില്. മീരയുടെ ഫോണിലേക്ക് കോള് വരുമ്പോ തന്നെ ശ്രുതി പറയുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്യണ്ടെന്ന്. ആദ്യത്തെ 2 പ്രാവശ്യം കോള് അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. 3ാമത് വിളിക്കുമ്പോ ഞാനും കൂടി കോൾ എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ 2 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം വിചാരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ കോൾ എടുത്തോ, പക്ഷെ ഞാൻ ഇവിടെ ഉള്ളതെന്നുള്ള കാര്യം പറയരുതെന്ന് ശ്രുതി പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ മീര ഫോൺ എടുക്കുവാണേ. എനിക്ക് ഫോൺ എടുത്ത ടെൻഷനിൽ ഉടനെ തന്നെ ശ്രുതി ഇവിടെ ഇല്ല എന്ന് പറയാണേ. ഫസ്റ്റ് തന്നെ മണ്ടത്തരം കാണിച്ചു എന്നുള്ള മട്ടില് തലയ്ക്ക് കൈവയ്ക്കുകയാണ് കേട്ടോ ശ്രുതി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞാനതിന് നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുവാണേ. അല്ല ശ്രുതി, അവളിന്ന് ഇങ്ങോട്ട് വരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവള് വന്നില്ല. അത് മാത്രമല്ല ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണല്ലോ എന്റെ ഫോണിലേക്ക് വിളിക്കാറ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് മീര ഉരുണ്ട് കളിക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഓ, അപ്പോ അവൾ അവിടെ ഇല്ല അല്ലേ? ഇല്ല, അവൾ ഇവിടെ ഇല്ല. ഞാന് ശ്രുതിയെ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുമ്പോ വേണം, അവളടുത്ത് പറ അമ്മ അവളടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന്. ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ടാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ അതെ, അമ്മ അവളടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അവള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിക്കാൻ വേണ്ടി പറ. അമ്മ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം അവളടുത്ത് സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ശരി, അവള് വന്നു കഴിഞ്ഞാൽ പറയാന്ന് പറഞ്ഞിട്ട് മീര ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. ഫോൺ വെച്ച ഉടനെ തന്നെ നിന്റെ അമ്മായിമ്മ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞില്ലേ, പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? എടി, നിന്റെ അമ്മായിമ്മ തന്നെയല്ലേ വരാൻ വേണ്ടി പറഞ്ഞത്. അപ്പോഴും ശ്രുതിയുടെ ഇഷ്ടത്തിനല്ലല്ലോ എന്നെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അതും അമ്മ പറഞ്ഞിട്ടാണ് അവൻ വിളിച്ചത്. അവനെ പഠിച്ചു എന്നല്ലാതെ സ്വന്തമായിട്ട് ഇമോഷൻസോ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവോ ഒന്നുമില്ല. നീ പറഞ്ഞത് ശരി തന്നെയാണ്. എടി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അവന്റെ അമ്മ ഇന്ന് നിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് നിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ വിളിച്ചു.
നാളെ ഇപ്പോ നിന്നെ വേണ്ട, ഒഴിവാക്ക്, നിന്റെ ലൈഫിന് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് ചോദിക്കുകയാണ് മീര. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നടക്കാനുള്ള ഒരു സാധ്യത ചോദിച്ചു. കാരണം ശ്രുതി സ്വയമായിട്ട് വിളിച്ചതല്ലോ, അമ്മ വിളിച്ചത് കൊണ്ട് നിന്നെ തിരികെ വിളിച്ചു. ഇതെല്ലാം കേട്ട് ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട്. മീര വീണ്ടും തുടരുകയാണ്, കാശിന്റെ കാര്യത്തിൽ നീ മാത്രമല്ലല്ലോ തെറ്റുകാരി, അവനും കൂടി നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. മീര ശ്രുതിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. പ്രശ്നം എന്നുള്ള കാര്യം വരുമ്പോഴേക്കും നിന്നെ മുന്നിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ പിന്നിൽ ഒളിക്കുകയാണ്. നാളെ നിന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ സപ്പോർട്ട് ചെയ്യുവോ, അവൻ നിന്റെ കൂടെ നിൽക്കുവോ? അന്നും അവന്റെ അമ്മയുടെ വാക്കാണ് അവൻ കേൾക്കുന്നത് വെച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതിനെ മറുപടി ഒന്നും പറയാൻ പറ്റാതെ ശ്രുതി ഇങ്ങനെ നിൽക്കുവാണേ. നീ ഇപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എന്തായാലും ഞാൻ അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ. അതും ശരി തന്നെയാണടി. നീ ചെന്നിട്ട് എങ്ങനെയെങ്കിലും നിന്റെ അമ്മായിമ്മയെ വശത്താക്കാൻ വേണ്ടി നോക്ക്. ഇതിന്റെ പേരിൽ നീ വെറുതെ സുധീരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അവൻ ഒരു ബൊമ്മ പോലെയാണ്. ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളിക്കോളും. എന്തായാലും നിന്റെ അമ്മായിമ്മയുടെ ലിസ്റ്റിൽ നീ ഒരു 10 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. അത് ശരി തന്നെയാണ്. ഇപ്പൊ എന്തായാലും അവരുടെ ഫേവറേറ്റ് മരുമകള് വർഷയായിരിക്കും. കാരണം അവള് യഥാർത്ഥ പണക്കാരിയാണല്ലോ. അവരുടെ കണ്ണില് ഇപ്പോഴും നീയും മലേഷ്യക്കാരി തന്നെയാണല്ലോ. അല്ലെ, പണക്കാരാണെന്നുള്ള കാര്യം പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്കാണ് പദവി കൂടുതലായിട്ട് കിട്ടുന്നത്. എന്നാൽ ഇപ്പോ എന്റെ അമ്മായിമ്മയ്ക്ക് സംശയം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കും. ശ്രുതി നിന്നെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ നീ അവിടെ ചെന്നിട്ട് ദേഷ്യം കാണിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എന്റെ ദേഷ്യം കാണിക്കാനല്ല പോകുന്നത്. ശ്രുതിയെ മൊത്തത്തില് എന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യമാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്